ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു എക്കണോമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ മെയിൻ കോൺസെപ്റ്റായിട്ട് വരുന്ന ഹെഡോണിക് പ്രൈസിങ് മെത്തേഡിനെ പറ്റിയിട്ടാണ്. ഹെഡോണിക് പ്രൈസിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഇന്നവിറ്റബിൾ ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ കേസ് വരുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Hedonic pricing method. It is one of the indirect method of environmental evaluation. Environmental evaluationൻ്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻ മെത്തേഡാണ് ഹെഡോണിക് പ്രൈസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ് ടു എസ്റ്റിമേറ്റ് എക്കണോമിക് വാല്യൂസ് ഫോർ എക്കോസിസ്റ്റം ഓർ എൻവയോൺമെൻറ്റൽ സർവീസസ് ദാറ്റ് ഡയറക്ട്ലി അഫക്ട്സ് മാർക്കറ്റ് പ്രൈസസ്. മാർക്കറ്റ് പ്രൈസസിനെ ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ സർവീസുകളെയും എക്കോസിസ്റ്റത്തെയും ഇവാലുവേറ്റ് ചെയ്യപ്പെടുക. അങ്ങനെയുള്ള കൺസെപ്റ്റാണ് ഹെഡോണിക് പ്രൈസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി കോമൺലി അപ്ലൈഡ് ടു വേരിയേഷൻ ഇൻ ഹൗസിംഗ് പ്രൈസസ് ദാറ്റ് റിഫ്ലക്ട് ദ വാല്യൂ ഓഫ് ലോക്കൽ എൻവയോൺമെൻറ്റൽ ആട്രിബ്യൂട്ട്സ്. കൂടുതലായും ഇത് അപ്ലൈ ചെയ്യപ്പെടുന്നത് ഹൗസിംഗ് പ്രൈസസ് നിശ്ചയിക്കുന്നതിലാണ്. ഒരു ഹൗസിൻ്റെ പ്രൈസസ് അതിൽ ലോക്കൽ എൻവയോൺമെൻറ്റൽ ആട്രിബ്യൂട്ട്സ് ഡയറക്റ്റ്ലി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മെത്തേഡ് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ ഒരു വാലുവേഷന് വേണ്ടിയിട്ടാണ്. കൂടുതലായിട്ടും ഇത് അപ്ലൈ ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഹൗസിംഗ് പ്രൈസസ് ഡിറ്റർമൈൻഡ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. യൂസ് ടു എസ്റ്റിമേറ്റ് എക്കണോമിക് ബെനഫിറ്റ്സ് ഓർ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത്. അപ്പം ഈ ഒരു കൺസെപ്റ്റിൽ ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്കണോമിക് ബെനഫിറ്റ്സ് അല്ലെങ്കിൽ കോസ്റ്റ് ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു മാർക്കറ്റ് ഗുഡിന് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഹൗസിംഗ് പ്രൈസസിലാണ് നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൗസിംഗ് പ്രൈസിൽ ഒരു ഹൗസിൻ്റെ പ്രൈസിൽ എൻവയോൺമെൻറ്റൽ ഘടകങ്ങൾ എത്രത്തോളം വന്നിട്ടുണ്ട്, ഈ ഒരു വാല്യുവേഷനെയാണ് നമ്മൾ ഹെഡോണിക് പ്രൈസിങ് മെത്തേഡിലൂടെ ഉദ്ദേശിക്കുന്നത്. എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി ഇൻക്ലൂഡിങ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അസോസിയേറ്റഡ് ചെയ്തിട്ടുള്ള ബെനിഫിറ്റ്സും കോസ്റ്റും എല്ലാം ഹെഡോണിക് പ്രൈസിങ് മെത്തേഡിലൂടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നു. എൻവയോൺമെൻറ്റൽ അമ്യൂണിറ്റീസ് സച്ച് ആസ് എസ്തെറ്റിക് വ്യൂസ് ഓർ പ്രോക്സിമിറ്റി ടു റിക്രിയേഷണൽ സൈറ്റ്സ്. അതുപോലെ തന്നെ എസ്തെറ്റിക് വ്യൂസ്, പ്രോക്സിമിറ്റി ടു റിക്രിയേഷണൽ സൈറ്റ്സ്, ഈ രണ്ട് കൺസെപ്റ്റുകളും കൂടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടാനും ഈ ഹെഡോണിക് പ്രൈസിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഹെഡോണിക് പ്രൈസിങ് മെത്തേഡ് ഈസ് ദാറ്റ് ദ പ്രൈസ് ഓഫ് എ മാർക്കറ്റഡ് ഗുഡ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഹെഡോണിക് പ്രൈസിങ് മെത്തേഡിൽ പറയുന്നത് എന്താണ്? ഒരു മാർക്കറ്റഡ് ഗുഡിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ സർവീസസ്, അത് എത്രത്തോളം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു കാറിൻ്റെ വില, ആ കാറിൻ്റെ വില എന്ന് പറയുന്നത് ആ കാറിൻ്റെ കംഫർട്ട്നെസ്, സ്റ്റൈല്, സൈസ്, ലക്ഷറി ആണോ അല്ലയോ, അല്ലെങ്കിൽ ഫ്യൂവൽ കപ്പാസിറ്റി, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ക്വാളിറ്റി, ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് ആ കാറിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ വി ക്യാൻ വാല്യൂ ദ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കാർ ഓർ ദ അതർ ഗുഡ് ബൈ ലുക്കിംഗ് അറ്റ് ഹൗ ദ പ്രൈസ് പീപ്പിൾ ആർ വില്ലിംഗ് ടു പേ ഫോർ ഇറ്റ് ചേഞ്ചസ് വെൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ചസ്. ഇവിടെ വരുന്നൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഗുഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നോ അത്രത്തോളം ആളുകൾ അതിന് പേ ചെയ്യാനുള്ള വില്ലിങ്നെസ് വേരിയേഷൻ ഉണ്ടാകും. വില്ലിംഗ് ടു പേ എന്ന് പറയുന്ന കാര്യവും വേരി ചെയ്തിരിക്കും. The hedonic pricing method is most often used to value environmental amenities that affect the price of residential properties. അപ്പോൾ കൂടുതലായിട്ടും ഹെഡോണിക് പ്രൈസിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിൽ എങ്ങനെയാണ് എൻവയോൺമെൻറ്റൽ അമ്യൂണിറ്റീസ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്, അത് ഇപ്പം എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ക്വാളിറ്റി കൂടുതലാണെങ്കിൽ ഹൗസിംഗ് പ്രൈസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റലിൽ കുറച്ച് ഡിസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഹൗസിംഗ് പ്രൈസ് കുറവായിരിക്കും. ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുടെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് ഹെഡോണിക് പ്രൈസിങ് മെത്തേഡിൽ പറയുന്നത്. ഓഫ് വാല്യൂസ് ഓഫ് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ഗുഡിൻ്റെ എല്ലാ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെയും വാല്യൂയും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ടോട്ടൽ പ്രൈസ് വരുന്നതെന്നാണ് ഹെഡോണിക് പ്രൈസിങ്ങിൽ പറയുന്നത്. ഇനി വൺ കേസ് എന്ന് പറയുമ്പം ആപ്ലിക്കേഷൻ ഓഫ് ദ ഹെഡോണിക് പ്രൈസിങ് മെത്തേഡ്. ഹെഡോണിക് പ്രൈസിങ് മെത്തേഡിൻ്റെ ആപ്ലിക്കബിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു കളക്ട് ഡാറ്റ ഓൺ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി സെയിൽസ് ഇൻ ദ റീജിയൻ ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ്. യൂഷ്വലി 1 ഇയർ ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ 1 ഇയറിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുടെ എല്ലാ ഡാറ്റയും, സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റയും കളക്ട് ചെയ്യുന്നു. അതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത് സെല്ലിംഗ് പ്രൈസസ് ആൻഡ് ലൊക്കേഷൻസ് ഓഫ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ്.
Property characteristics that affect selling prices such as a lot size, a number and size of rooms and number of bathrooms. Neighborhood characteristics that affect selling prices such as property taxes, crime rates and quality of schools. Accessibility characteristics that affect prices such as distance to work and shopping centers and availability of public transportation. Environmental characteristics that affects prices. അപ്പം ഈ ഒരു അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്താണ് സെല്ലിംഗ് പ്രൈസ് റിലേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ്, സൈസിൻ്റെയും റൂമിൻ്റെയും നമ്പർ ഓഫ് ബാത്റൂംസിൻ്റെയൊക്കെ എണ്ണം അനുസരിച്ചുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുപാടുമുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഒരു ഏരിയ സിറ്റി ആണോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറിയ ഏരിയ ആണോ അങ്ങനെയൊക്കെയുള്ള വെച്ചിട്ട് പ്രോപ്പർട്ടി ടാക്സും കാര്യങ്ങളും എങ്ങനെയാണ്, പിന്നെ അതുപോലത്തെ അവിടെ ക്രൈം റേറ്റ്സ് എങ്ങനെയാണ്, ക്വാളിറ്റി ഓഫ് സ്കൂൾസ് എങ്ങനെയാണ്, ഇതൊക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്സസിബിലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ വർക്ക് പോയി വരാനുള്ള സിറ്റി ആണോ അല്ലയോ എന്നുള്ളത്, ഉള്ളിലേക്ക് കയറിയിട്ടാണോ, ട്രാൻസ്പോർട്ടേഷൻ എത്രത്തോളം ഉണ്ട്, ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഷോപ്സ് ഉണ്ടോ, അങ്ങനെയുള്ള രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ. ഇതുകൂടാതെ എൻവയോൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് അഫക്റ്റ് പ്രൈസസ്. അവിടെയുള്ള എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ രീതികൾ അല്ലെങ്കിൽ എൻവയോൺമെൻ്റലി അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണോ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഹെഡോണിക് പ്രൈസിങ് മെത്തേഡ് നിശ്ചയിക്കുന്നത്. ആദ്യം ഈ ഡാറ്റ കളക്ട് ചെയ്താൽ പിന്നെ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലി ഒരു എസ്റ്റിമേഷൻ നടത്തുകയാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് ഇൻക്ലൂഡിങ് ദ ഡിസ്റ്റൻസ് ടു ഓപ്പൺ സ്പേസിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, അതിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ദ റിസൾട്ടിംഗ് ഫംഗ്ഷൻ മെഷേഴ്സ് ദ പോർഷൻ ഓഫ് ദ പ്രോപ്പർട്ടി പ്രൈസ് ദാറ്റ് ഈസ് attributable to each characteristics. Thus, the researcher can estimate the value of preserving open space by looking at how the value of the average home changes when the amount of open space nearby changes. ഓപ്പൺ സ്പേസ് നിയർ ബൈ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആവറേജ് ഹോം പ്രൈസിൻ്റെ വാല്യൂയും ചേഞ്ച് ചെയ്യപ്പെടുന്നു. ഒരു ഹെഡോണിക് പ്രൈസിങ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ്സിൽ ഇത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഹൗസിംഗ് പ്രൈസ് അനാലിസിസിന് വേണ്ടിയിട്ട്, പ്രോപ്പർട്ടി വാല്യുവേഷൻ മോഡൽസ്, അതുപോലെ തന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയം സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. മോർഗേജ് റേറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിലും ഈ ഒരു വാല്യൂ എഫക്റ്റ് ചെയ്യപ്പെടാറുണ്ട്. ലൊക്കേഷൻ വാല്യൂ അസസ്മെൻറ്റിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റൽ എക്കണോമിക്സ് കൺസെപ്റ്റായിട്ട് വരികയാണെങ്കിൽ കാർബൺ പ്രൈസിങ് മോഡൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. റിസോഴ്സ് കൺസർവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ കോസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഗ്രീൻ എനർജി എക്കണോമിക്സിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി മെട്രിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സാധാരണ നമ്മുടെ കൺസ്യൂമർ ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് ആപ്ലിക്കബിലിറ്റിയാണ്. അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി സ്റ്റഡീസിന് വേണ്ടിയിട്ട്, മാർക്കറ്റ് ഡിമാൻഡ് അനാലിസിസിന് വേണ്ടിയിട്ട്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ പ്രൈസിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, റീറ്റെയിൽ മാർക്കറ്റ് ട്രെൻഡ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ 2-3 അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് കോസ്റ്റ് മിനിമം ആയിട്ട് വെച്ചിട്ട് നമുക്ക് മാക്സിമം അതിൻ്റെ ഒരു പ്രൈസിങ് ഇട്ടിട്ട് പോവാം. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ടൈം സേവിങ് ആണ്, കുറച്ചുകൂടെ ഈസി ടു സ്കെയിലാണ്. അനലൈസ് ചെയ്യാനും അതിൻ്റെ ഡിറ്റർമൈൻ ചെയ്യാനും എസ്റ്റിമേറ്റ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ലിമിറ്റേഷൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റിയാണ്. അതിനത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, കുറച്ച് റിജിഡാണ്. എപ്പോഴും ഇതിൻ്റെ ചേഞ്ചസ് അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് ഇഷ്ടംപോലെ ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു പരിമിതി അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലേണിംഗ് കർവ് ഒരു ഇതിലേക്ക് എത്താത്തത് കൊണ്ട്, ഈ സ്റ്റഡി അത്ര പോപ്പുലറായിട്ട് വരാത്തത് കൊണ്ടും ആ ഒരു ലേണിംഗ് കർവിൻ്റെ ഒരു ലിമിറ്റേഷൻ അവിടെ വരുന്നുണ്ട്. എന്ന് പറയുമ്പോൾ എന്താണ്, ആക്ച്വൽ ചോയ്സസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പറ്റുന്നുണ്ട്. ഈസി ടു യൂസ് ആണ്, ടൈം സേവിങ് ആണ്. ഇൻഡിക്കേഷൻസ് ഓഫ് വാല്യൂ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. റിലയബിൾ ആയിട്ടുള്ളൊരു വാല്യുവേഷനായിട്ട് നമുക്ക് പറയാം, റിലയബിൾ ആയിട്ടുള്ളൊരു മെത്തേഡായിട്ട് വേണമെങ്കിൽ പറയാം. ുകൾക്കും ഇത് നമുക്ക് സഹായിക്കുന്നതാണ്. അഡ്വാൻറ്റേജസ് വരികയാണെങ്കിൽ ഈസി ടു യൂസ്, ടൈം സേവിങ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആണെങ്കിൽ തിങ്സിലേക്കാണ് ഇത് ആപ്ലിക്കബിലിറ്റി ഉള്ളൂ. ഹൗസിംഗ് പ്രൈസസിലേക്ക് മാത്രമായിട്ടുള്ളൊരു
സംഭവമാണ് ഇപ്പം ഹെഡോണിക് പ്രൈസിങ് മെത്തേഡിൽ നമ്മളിപ്പോൾ പഠിച്ചതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ലിമിറ്റഡ് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷൻ തന്നെയാണ്. ഇവിടെ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സിറ്റി കൂടുതലുള്ള കാര്യങ്ങളാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാനാണെങ്കിലും ഒരു ഹൈ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതൊന്ന് ഇതാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റഡ്, അതായത് ലേണിംഗ് കർവിലാണ് അതിരിക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞ ഒരു ലിമിറ്റേഷനാണ്. അവൈലബിലിറ്റിയും ആക്സസിബിലിറ്റിയും ഒക്കെ അനുസരിച്ച് ആണ് ഇതിൻ്റെ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ആക്സസിബിലിറ്റിയുടെ ലിമിറ്റേഷൻസും ഇതിലൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഹെഡോണിക് പ്രൈസിങ് എന്ന് പറയുന്ന മെത്തേഡിനെ പറ്റിയായിരുന്നു. അത് എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് മെത്തേഡായിട്ട് വേണമെങ്കിൽ പറയാം. ഇതെന്ന് പറയുന്നത് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അഫക്ട് പ്രോപ്പർട്ടി വാല്യൂസിനെ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇത് പോളിസി മേക്കേഴ്സിനും റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽസിനും ഒക്കെ ഒരു വാല്യുബിൾ ടൂളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് എനേബിൾ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ഇൻ അർബൻ പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന കൺസെപ്റ്റുകളിലൊക്കെ ഇതൊരു ബെറ്റർ ടൂളായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ കാര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ട് പറയാം. മെയിനായിട്ടും ഹെഡോണിക് പ്രൈസിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ദ എക്കണോമിക് വാല്യൂ ഓഫ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് പ്രോപ്പർട്ടി പ്രൈസസുകളിലെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ എഫക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ എക്കണോമിക് ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്നുള്ളത് അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡായിട്ട് ഹെഡോണിക് പ്രൈസിങ് മെത്തേഡിനെ നമുക്ക് പറയാം. ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് ഡാറ്റ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് പ്രാക്ടിക്കൽ ആൻഡ് റിലയബിൾ ടൂൾ ഫോർ വാല്യൂയിങ് അമ്യൂണിറ്റീസ് ലൈക്ക് ക്ലീൻ എയർ, ഓപ്പൺ സ്പേസ് ആൻഡ് പ്രോക്സിമിറ്റി ടു റിക്രിയേഷണൽ ഏരിയാസ്. ഇങ്ങനെയുള്ള ക്ലീൻ എയർ, ഓപ്പൺ സ്പേസസ്, പ്രൊമൈറ്റി ടു റിക്രിയേഷണൽ ഏരിയാസ്, ഈ ഒരു കാര്യങ്ങൾ വാല്യൂയിങ് അമ്യൂണിറ്റീസിനെയൊക്കെ വാല്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക തരം ടൂളായിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഡിഫറൻസ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ദ ഹെഡോണിക് പ്രൈസിങ് മെത്തേഡ് എന്ന് പറയുന്നത് റിമെയിൻസ് എ വാല്യുബിൾ അപ്രോച്ച് ഫോർ അസസിങ് ദ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി ആൻഡ് അമ്യൂണിറ്റീസ്. എക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറയുന്ന എൻവയോൺമെൻറ്റൽ ക്വാളിറ്റിയുടെയും അമ്യൂണിറ്റീസിൻ്റെയൊക്കെ ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യുബിൾ അപ്രോച്ചായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.